ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരീസഹോദരന്മാരെ, ഏവർക്കും കർത്താവ് യേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം ചെയ്യുന്നു. നിങ്ങളേവരെയും കർത്താവ് ക്രിസ്തു സമ്പൂർണ്ണമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നൂറ്റാണ്ടുകളായി പ്രവാചകന്മാരും സങ്കീർത്തകരും ദൈവത്തിന്റെ വിശ്വസ്ത സാക്ഷികളും ഒരു രക്ഷകനെ ചൂണ്ടിക്കാണിച്ചു. കന്യകയിൽ നിന്ന് ജനിക്കുന്നവനും എന്നാൽ രോഗികളെ സൗഖ്യപ്പെടുത്തുന്നവനും ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കുന്നവനും തടവുകാർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന, നമ്മുടെ പാപങ്ങൾ സ്വയം വഹിക്കുന്ന ഒരു രക്ഷകനെ കുറിച്ച്, ഈ രക്ഷകനെ നാം ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടുമുട്ടിയോ? നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, യേശു ക്രിസ്തുവിനെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുമുട്ടിയോ? നമുക്ക് തിരുവെഴുത്തുകളിലേക്ക് ഒന്ന് സഞ്ചരിക്കാം. ഹല്ലേലൂയ. ഈ വാഗ്ദാനങ്ങളും വചനങ്ങളും എല്ലാം കർത്താവ് ക്രിസ്തുവിൽ പൂർത്തിയായി. അനാദികാലം മുതലേ എല്ലാ തിരുവെഴുത്തുകളും പറയുന്നത് ക്രിസ്തുവിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. നാം കർത്താവ് ക്രിസ്തുവിനെ കണ്ടെത്തുമ്പോൾ ദൈവത്തിന്റെ മഹനീയമായ രക്ഷാ പദ്ധതിയുടെ പൂർത്തീകരണമാണ് കർത്താവ് ക്രിസ്തുവിൽ നമുക്ക് കണ്ടെത്താൻ കഴിയുക, കാണുവാൻ കഴിയുക. ഹല്ലേലൂയ. അത് നമ്മെ നിത്യ ജീവിതത്തിലേക്ക് ഉയർത്തുന്നു. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 4:29 സമരിയാക്കാരത്തി സ്ത്രീ കർത്താവിനെ കണ്ടുമുട്ടുന്നു. എന്നാൽ അവിടെ ഗ്രാമത്തിൽ ചെന്ന് അവൾ കാണുമ്പോഴെല്ലാം പറഞ്ഞു, ഞാൻ ചെയ്തതെല്ലാം എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുവിൻ, അവൻ ക്രിസ്തുവായിരിക്കുമോ എന്ന് ഞാൻ സംശയിക്കുന്നു. ആ സമരിയാക്കാരത്തി സ്ത്രീക്ക് കർത്താവിനെ കണ്ടെത്താൻ കഴിഞ്ഞു. ഹല്ലേലൂയ. യോഹന്നാൻ 1:45 ഫിലിപ്പോസ് നഥാനിയേലിനോട് പറയുന്നു, മോശയുടെ പ്രമാണത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുവോ അവനെ, യോസഫിന്റെ മകനായ യേശുവിനെ, നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ സഹോദരനെ, ആകയാൽ കണ്ണു തുറക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഫിലിപ്പോസ് നഥാനിയേലിനോട് പറഞ്ഞതുപോലെ എനിക്ക് ചുറ്റുമുള്ളവരോട്, എനിക്ക് എന്നോട് തന്നെ പറയുവാൻ, ഞാൻ കർത്താവ് ക്രിസ്തുവിനെ കണ്ടെത്തി, അവിടുത്തെ പിതാവ് ആകർഷിച്ചിട്ടില്ലാതെ എനിക്ക് അവിടുത്തെ അറിയുവാൻ സാധ്യമല്ലല്ലോ കർത്താവേ. അവിടുത്തെ അറിയുവാനും അവിടുത്തെ അരികിൽ എത്തുവാനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി കർത്താവേ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ